പൊന്നാനി നഗരസഭ കേരളോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കായിക മത്സരങ്ങൾ സമാപിച്ചു. വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച യുവജനക്ഷേമ ബോർഡ് ചെയർമാൻ ശ്രീ ജവാദിനെ മാനത്ത് നോക്കി ചന്ദ്രനെ വിടർത്തുന്ന 1000 താരകങ്ങൾ പൊട്ടിവിടരുന്ന ഒരു നിദ്ര കൂടി സമ്മാനിച്ചുകൊണ്ട് പൊന്നാനിയുടെ ചരിത്രത്തിൽ മറ്റൊരു വിസ്മയത്താളുകളിൽ എഴുതി ചേർക്കേണ്ട അധ്യായമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. പൊന്നാനി നഗരസഭ കേരളോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കായിക മത്സരങ്ങൾ വോളിബോൾ മത്സരത്തോടെ സമാപിച്ചു. പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഒ ഷംസു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ ജവാദ് കെ സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൌൺസിലർമാരായ റാഷിദ്, ഷാഫി എന്നിവർ ആശംസകൾ നേർന്നു. 8 ക്ലബ്ബുകൾ വോളിബോൾ മത്സരത്തിൽ പങ്കെടുത്തു. ഫിറ്റ്വെൽ പൊന്നാനി വിന്നേഴ്സും ബാസ്കറ്റ് BM റണ്ണേഴ്സും ലൂസേഴ്സ് മത്സരത്തിൽ നാട്ടുകൂട്ടം പൊന്നാനി 3ാം സ്ഥാനവും നേടി. ഡിസംബർ 1 മുതൽ തുടങ്ങിയ പൊന്നാനി നഗരസഭയിലെ കേരളോത്സവം കലാമത്സരങ്ങളോടുകൂടി ഡിസംബർ 15-ന് സമാപിക്കും. 2024 കേരളോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കായിക വിഭാഗത്തിലെ അവസാന മത്സരമാണ് വോളിബോൾ മത്സരം. ആ വോളിബോൾ താരവും ക്രിക്കറ്റ് താരവുമായിരുന്ന നമ്മുടെ നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ ഷംസുവാണ് ഈ പരിപാടി കായിക മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ആദ്യമായി കൃത്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള റാഷിദിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിശിഷ്ടാതിഥിയായിട്ടുള്ള നമ്മുടെ കാദർക്ക, ഷംസുക്ക എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ കായിക താരങ്ങളെയും കായിക പ്രേമികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഷംസുക്ക ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജവാദ്, മറ്റു പ്രിയപ്പെട്ട കായിക താരങ്ങളെ, കായിക പ്രേമികളെ, പൊന്നാനി നഗരസഭ സംഘടിപ്പിച്ച കേരളോത്സവത്തിൻ്റെ ഭാഗമായി വിവിധതരം മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു. അതിൻ്റെ അവസാന മത്സരമാണ് വോളിബോൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശഭരിതമായ മത്സരമാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മിന്നൽ വേഗതയിലുള്ള ഷോട്ടുകൾ, അതിലേറെ ആവേശത്തോടുകൂടി ശ്രദ്ധയോടുകൂടി അതിനെ കവർ ചെയ്യാനുള്ള കരുത്തും ശക്തിയും ഉള്ള കായിക താരങ്ങളാണ് ഈ ഗ്രൗണ്ടിൽ അണിനിരന്നിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് വിജയിച്ചു വരുന്നവരും മത്സരിച്ചവരുമൊക്കെ ഈ നാളെ പൊന്നാനിയുടെ പ്രതീക്ഷകളായി നഗരസഭക്കകത്ത് നിന്ന് ജില്ലക്കകത്തേക്ക് കയറി, ജില്ലക്കകത്ത് നിന്ന് സ്റ്റേറ്റിലേക്കും വന്ന് നമ്മുടെ പൊന്നാനിയുടെ അഭിമാന താരങ്ങളായി ഉയരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുള്ളൂ. റാഷിദ്, വോളിബോൾ രാഷ്ട്രീയ ഗുരു ഷംസുക്ക, പൊന്നാനിയുടെ കായിക രംഗത്തെ ജനകീയ മുഖം ആനക്കാരൻ ഖാദർ, പൊന്നാനി ഫുട്ബോളിലെ റഫറി അൽ ലുഹൈബ്, വോളിബോൾ റഫറിമാരായ ജാസിർ, ഫയാസ്, വിഷ്ണു, അനസ്, അഫ്നാസ്, എല്ലാവർക്കും ഒറ്റവാക്കിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.